ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺ ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചോളാണ് എടുത്തിരിക്കുന്നത്. ഈ ചോളം നമ്മൾ രണ്ട് പകുതിയാക്കി മുറിച്ചിട്ട് അതിനെ നീളത്തിലായിട്ട് 4 കഷ്ണാക്കണം. ഒരെണ്ണത്തിന് 4 കഷ്ണത്തോളം ആക്കാൻ പറ്റും. ഒരു 8 കഷ്ണത്തോളം വരും. ഒരു ചോളത്തിൽ നിന്ന് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ലോണം വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വെളിച്ചെണ്ണയോ ഓയിലോ, ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഓയിലാണ്. ഓയിലിൽ വറുത്ത് കോരണം. വേറെ ഒന്നും ചേർക്കാതെ നനവൊക്കെ കഴുകി നല്ലോണം നനവൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കേണ്ടത്. വറുത്ത് കഴിയുമ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഈ ചോളൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഒരു ചെമ്മീമാതിരി അങ്ങോട്ട് ഒന്ന് വളയും. ആ വളഞ്ഞു വരുമ്പോൾ അതിൻ്റെ കളറും നല്ലൊരു മഞ്ഞയായിട്ട് വരും. അപ്പോൾ വറുത്ത് കോരണം അതിന്. അപ്പൊ നമ്മുടെ ചോളൊക്കെ നല്ല ഒരു എന്താ പറയാ, നമ്മളെ ഗോൾഡൻ നല്ല സ്വർണ്ണ കളറുമാരിയൊക്കെ അത് ആയി വരുമ്പോൾ ഇത് കോരണം. കോരി നല്ലോണം ഓയിലൊക്കെ നല്ലോണം കളഞ്ഞ് സെറ്റാക്കി വെക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാലയാണ് അടുത്തത്. ഒരു ബൗളില് കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ വറുത്ത് കോരി എടുത്ത് വെച്ചിരിക്കുന്ന ഈ കോണിലേക്ക് ഒന്ന് വിതറി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിപൊളിയാക്കണം. പിന്നെ നമ്മൾ കോണിലൊന്നും ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ മസാലയിൽ കുറച്ച് ഉപ്പ് നല്ലോണം കൂടി നിൽക്കുന്നതാവും ടേസ്റ്റ്. അപ്പൊ ഞാനിപ്പോ ഇച്ചിരി ഉപ്പ് കുറവായപ്പോ നമ്മൾ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുമ്പിൽ നിന്നാലേ നമുക്ക് കോണിൽ അത് വിതറുമ്പോൾ കോൺ കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് വരാം. അപ്പൊ ഇത് വിതറിയതിന് ശേഷം നല്ല ഒരു പാത്രത്തോണ്ട് അടപ്പോണ്ട് അത് അടച്ചു വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് കുലുക്കി അപ്പൊ എല്ലായിടത്തേക്കും നല്ലോണം മിക്സ് ആയിട്ട് അടിപൊളിയായി കിട്ടും. ഈ കോണിക്ക് വേണ്ട നമ്മൾ ഡിപ്പ്, കോണ് മുക്കി കഴിക്കാനുള്ള ഡിപ്പാണ് തയ്യാറാക്കുന്നത്. നമ്മളെ വീഡിയോയിൽ എല്ലാവരും കണ്ടപ്പോൾ മയോണൈസ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് മയോണൈസ് അല്ല, നല്ല കട്ട തൈര്, പുളിയില്ലാത്ത, ഞാൻ മിൽക്കി മിക്സിന്റെ തൈരാണ് എടുത്തത്. കുറച്ച് തൈര് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചില്ലി സോസ് കുറച്ച് ചേർക്കുക. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ ചില്ലി സോസ് വേണ്ടവർ മാത്രം ചേർത്താൽ മതി. എരിവ് വേണ്ടവർക്കാണ് ചില്ലി സോസ് ഞാൻ പറയണത്. അല്ലാത്ത പക്ഷം നമ്മൾ കെച്ചപ്പ് മാത്രം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് മിക്സായ നമ്മുടെ ഈ ഡിപ്പ് തയ്യാറാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ സാധനമാണ്. നമ്മള് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടാവും. 4 മണിക്കൊക്കെ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഹാപ്പി ആയിരിക്കും. പിന്നെ ഗാർണിഷിനായിട്ട് കുറച്ച് മല്ലിയിലൊക്കെ വിതറി നല്ല അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലൊക്കെ വിതറി അതങ്ങോട്ട് സെറ്റാക്കി കൊടുത്താൽ അവരുടെ വയറും നിറയും. ഹെൽത്തി ഫുഡാണ്, നല്ലോണം അടിപൊളിയാണ്. എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്യണം. അതിന് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമേ എന്നിൽ കമന്റ് ചെയ്യണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു. അപ്പൊ നമ്മുടെ കോൺ ഫ്രൈ റെഡി ആയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, എല്ലാവരും എൻ്റെ ഫുൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ ഡിപ്പിൽ മുക്കി കഴിച്ചാൽ ഇതിന്റെ റിയൽ ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. അപ്പൊ നമ്മുടെ കോൺ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട്, ഞാനൊക്കെ പുഴുങ്ങി തിന്നണ ആളാണ് ഇതൊക്കെ. അപ്പൊ ഈ കോൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എനിക്കറിയില്ല ഇതെങ്ങനെയാ, ഇഷ്ടാവില്ല എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഈ ഡിപ്പിൽ ഇങ്ങനെ മുക്കിയിട്ട് കണ്ട,
കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ട്. ഇനി കഴിക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കുഴപ്പമില്ല, നോട്ട് ബാഡ്. ഇത് മുക്കി കഴിക്കുമ്പോ കുഴപ്പമില്ല. ഇന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നോട്ട് ബാഡ്, കുഴപ്പമില്ല, നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. കോൺ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.